ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് HSSTക്ക് വേണ്ടി നോക്കാൻ പോകുന്നത് ആലോചന. आधुनिक आलोचना का आरंभ ഭാരതേന്ദു के നാടക ശീർഷക് നിബന്ധ से माना जाता है. ആധുനിക ആലോചനയുടെ ആരംഭം ഭാരതേന്ദുവിൻ്റെ നാടക് എന്ന് പറയുന്ന ശീർഷകത്തിലുള്ള നിബന്ധത്തിലൂടെയാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതേന്ദുവിനെ നാടക ശീർഷക നിബന്ധ में भारतीय नाट्य सिद्धांतों के साथ ही पाश्चात्य नाट्य कला का भी परिचय दिया है. ഭാരതേന്ദു നാടക് എന്ന് പറയുന്ന ടൈറ്റിലുള്ള നിബന്ധത്തിലൂടെ ഭാരതീയ നാട്യ സിദ്ധാന്തത്തിൻ്റെ കൂടെ പാശ്ചാത്യ നാട്യകലയിലെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഭാരതേന്ദുവിനെ കാളിദാസ്, ജയദേവ്, സൂർദാസ് ആദി കവിയോं की പരിചയാത്മക ആലോചന ലിഖി ഹെ. ആരെക്കുറിച്ചൊക്കെയാണ്? കാളിദാസ്, ജയദേവ്, സൂർദാസ് എന്നിവരെ കുറിച്ചൊക്കെയുള്ള പരിചയാത്മക ആലോചന ഭാരതേന്ദു എഴുതി. ബദരി നാരായൺ ചൗധരി പ്രേംകൻ को ആധുനിക ആലോചന का जनक माना गया है. ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ആലോചന എന്ന് പറയുമ്പോൾ ആധുനിക ആലോചനയുടെ ജനക് ആയി നമുക്ക് കരുതുന്നത് ആരെയാണ്? ബദരി നാരായൺ ചൗധരി പ്രേംകനെയാണ് ആധുനിക ആലോചനയുടെ ജനകായി കരുതപ്പെടുന്നത്. प्रेमकन ने आनंद कादंबरी में സംയോഗിത സ്വയംവർ അവർ ബംഗ് വിജേത की വിസ്തൃത സമാലോചന പ്രസ്തുതക്കി. ഇതൊക്കെയാണ് പ്രേംകൻ്റെ ആനന്ദ് കാദംബനിയിലെ സംയോഗിത സ്വയംവർ അവർ ബംഗ് വിജേത की വിസ്തൃത സമാലോചന പ്രസ്തുതക്കി. ഇത് ആനന്ദ് കാദംബനി ആരുടേതാണ്? പ്രേംകൻ്റെയാണ്. അതിൽ സംയോഗിത സ്വയംവറിനെ കുറിച്ചും ബംഗ് വിജേതയെക്കുറിച്ചും സമാലോചന പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. प्रेमखन के आलोचना संबंधी विचार प्रेमखन सर्वस्व और आनंद कादंबरी में मिल जाते हैं. പ്രേംഖൻ്റെ ആലോചന ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് കിട്ടുന്നത്. പ്രേംഖൻ സർവസ്വം ആനന്ദ് കാദംബരിയിലും ഈ രണ്ടിലുമാണ് കിട്ടുന്നത്. ഇനോനെ നീൽദേവി അവർ ബംഗ് വിജേത की പരിചയാത്മക ആലോചന ലിഖി ഹെ. പിന്നെ ഏതൊക്കെയുണ്ട്? നീൽദേവി, ബംഗ് വിജേത. पंडित बालकृष्ण भट्ट ने हिंदी प्रदीप में सच्ची समालोचना शीर्षक से സംയോഗിത സ്വയംവർ की ആലോചന പ്രസ്തുത की. ബാലകൃഷ്ണ ഭട്ടിൻ്റെയാണ് ഹിന്ദി പ്രദീപ്. പ്രേംകൻ്റെ ഏതായിരുന്നു? ആനന്ദ് കാദംബരി. അതിനൊക്കെ ബാലകൃഷ്ണ ഭട്ടിൻ്റെയാണ് ഹിന്ദി പ്രദീപ്. ആ ഹിന്ദി പ്രദീപിൽ സച്ചി സമാലോചന ശീർഷകിൽ സംയോഗിത സ്വയംവർ की സമാലോചന അതിനെക്കുറിച്ച് ആലോചന പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. पंडित बालकृष्ण भट्ट ने नीलदेवी, परीक्षा गुरु, संयोगित स्वयंवर, एकांतवास योगी आदि की आलोचनाएं प्रस्तुत की है. इनकी आलोचना में तुलनात्मक समीक्षा की प्रस्तुति पाई जाती है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ എന്താണ് കാണാൻ കഴിയുന്നത്? തുലനാത്മക സമീക്ഷയാണ്. പണ്ഡിറ്റ് ബാലകൃഷ്ണ ഭട്ടക്ക് നീൽദേവി, പരീക്ഷ ഗുരു, സംയോഗിത സ്വയംവർ, ഏകാന്തവാസിയോഗി ഇത് ഇത്രയും ആരുടേതാണ്? ബാലകൃഷ്ണ ഭട്ടിൻ്റെയാണ്. അതിലെല്ലാം എന്താണ്? ആലോചനയെ പ്രസ്തുതിക്കുകയെ ഇൻകി ആലോചനമേ അദ്ദേഹത്തിൻ്റെ ആലോചനകളിൽ തുലനാത്മക സമീക്ഷാക്കി പ്രസ്തുത പായി ജാതി ഹെ. आचार्य रामचंद्र शुक्ल ने हिंदी में समालोचना के सूत्रपात का श्रेय बालकृष्ण भट्ट और बदरी नारायण चौधरी प्रेमकन को ही दिया है. രാമചന്ദ്ര ശുക്ൽ ഹിന്ദി സമാലോചനയുടെ സൂത്രപാത ആർക്കൊക്കെയാണ് അതിനുള്ള ശ്രേയ കൊടുത്തേക്കുന്നത്? ബാലകൃഷ്ണ ഭട്ടിനും ബദരി നാരായൺ ചൗധരി प्रेमकനും. प्रताप नारायण मिश्र का दृष्टिकोण रसवादी था. उनके कुछ लेखों में काव्य भाषा एवं साहित्य के प्रयोजन पर उनके विचारों की अभिव्यक्ति मिलती है. आचार्य महावीर प्रसाद द्विवेदी का एक आलोचक के रूप में सबसे पहले मूल्यांकन आचार्य रामचंद्र शुक्ल ने किया. ആരാണ്? ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയെ ആലോചകൻ്റെ രൂപത്തിൽ ആദ്യമായിട്ട് മൂല്യനിർണ്ണയം നടത്തിയത് ആരാണ്? ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. അങ്ങനൊരു ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയെ ആലോചക എന്നുള്ള രൂപത്തിൽ ആദ്യമായി മൂല്യനിർണ്ണയം നടത്തിയത്. पंडित महावीर प्रसाद द्विवेदी ने प्राचीन कवियों तथा आधुनिक साहित्यिक मान्यताओं को अपनी आलोचना का विषय बनाया. आलोचना में द्विवेदी जी का दृष्टिकोण नैतिकतावादी रहा है. അപ്പോൾ ഈ
മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ മഹാവീർ പ്രസാദ് ദ്വിവേദി പ്രാചീന കവികളെയും ആധുനിക സാഹിത്യ മാനതാവിനെയും കൂടി അതിൻ്റെയൊക്കെ അപ്പനി ആലോചനാക്ക വിഷയത്തിനാണ്. ഇതൊക്കെയാണ് തൻ്റെ ആലോചനകളെ വിഷയമാക്കി. എന്തൊക്കെയാണ്? പണ്ഡിറ്റ് മഹാവീർ പ്രസാദ് ദ്വിവേദി പ്രാചീന കവിയും തഥാ ആധുനിക സാഹിത്യക മാന്യതാവും കോ അപ്പനി ആലോചനാക്ക വിഷയത്തിനായ. അപ്പോൾ മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ ആലോചനയുടെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രാചീന കവിയും തഥാ ആധുനിക സാഹിത്യക മാന്യതാവും. ആലോചനാമേ ദ്വിവേദിജി ക ദൃഷ്ടികോൺ എന്താണെന്ന് ചോദിച്ചാൽ നൈതികതാവാദിയാണ്. നൈതികതാവാദി रहा है. आलोचना में द्विवेदी जी का दृष्टिकोण नैतिकतावादी. पंडित महावीर प्रसाद द्विवेदी ने 1930 ईस्वी में 1930 समालोचना समुच्चय शीर्षक से अपनी 20 समालोचनाओं का संकलन प्रकाशित किया. महावीर प्रसाद द्विवेदी 1930 സമാലോചന സമുച്ചയം എന്ന പേരിൽ തൻ്റെ 20 സമാലോചനകളുടെ സങ്കലനം പബ്ലിഷ് ചെയ്തു. पंडित महावीर प्रसाद द्विवेदी ने 1930 ईस्वी में समालोचना समुच्चय शीर्षक से अपनी 20 समालोचनाओं का संकलन प्रकाशित किया. तुलनात्मक आलोचना का आरंभ 1907 ईस्वी में पद्मसिंह शर्मा द्वारा लिखित बिहारी और सादी, फारसी के कविയാണ് സാദി എന്ന് പറയുന്നത്, ബിഹാരി और सादी की तुलनात्मक आलोचना से माना जाता है. ഈ തുലനാത്മക ആലോചനയുടെ ആരംഭം എന്നാണ് 1907 1907. ആരാണ്? പത്മസിംഗ് ശർമ്മ ആണ് അത് തുടങ്ങിയത്. ലിഖിത് ഏതിലൂടെയാണ്? ബിഹാരി അവർ സാദി ഇതിലൂടെ. അതിൽ ആ സാദി എന്ന് പറയുന്നത് ഏതാണ്? ഫാർസി കവിയാണ്. ബിഹാരി അവർ സാദി की तुलनात्मक आलोचना से माना जाता है. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. ആലോചന കംപ്ലീറ്റ് ആയിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് പറയാം. ഓക്കെ, താങ്ക് യു.